സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുഷ്ടലാക്കോടെയാണ് കേന്ദ്രം കേരളത്തോട് പെരുമാറുന്നതെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചുത്തരവായി. ഗ്രൌണ്ട് ടെസ്റ്റിന് H ഒഴിവാക്കി. പരിഷ്കരണം മെയ് 1 മുതൽ പ്രാബല്യത്തിൽ. കരുവന്നൂർ ബാങ്ക് കള്ളപ്പണക്കേസിൽ CPM പ്രാദേശിക നേതാക്കളെ ED വീണ്ടും ചോദ്യം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ അനൂപ് ഡേവിസ് കാട, വടക്കാഞ്ചേരി കൌൺസിലർ മധു എന്നിവരെയാണ് ചോദ്യം ചെയ്തത്. സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടുകൾ ഒരിക്കലും ന്യായീകരിക്കാനാകില്ലെന്ന് ഗാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ P ജയരാജൻ. മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഊരകം 7ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 83.18% പോളിംഗ്. വോട്ടെണ്ണൽ വെള്ളിയാഴ്ച. മാസപ്പടി വിവാദത്തിൽ എക്സൈസ് കമ്മീഷണർ അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം മാസപ്പടി സംബന്ധിച്ച വിവരം ബാർ ഉടമകളുടെ സംഘടന പുറത്തുവിട്ടതിനെ തുടർന്ന്. പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി. പശുക്കുട്ടിയെ കൊന്നു. എലിക്കോട് ആദിവാസി കോളനിക്ക് സമീപമാണ് പുലിയിറങ്ങിയത്. ശ്രീനാരായണപുരത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് സൂചന. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ മതിലകം പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചന. നമസ്കാരം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അധികാരമുണ്ടെന്നും വെച്ച് എന്തും ചെയ്യാം എന്നാണോ എന്നും ദുഷ്ടലാക്കോടെയാണ് കേന്ദ്രം കേരളത്തോട് പെരുമാറുന്നതെന്നും മുഖ്യമന്ത്രി. തൃശൂരിൽ നടന്ന സംസ്ഥാന പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന് അർഹമായ കാര്യങ്ങളാണ് കേരളം ആവശ്യപ്പെടുന്നത്. അതുപോലും നൽകാതെ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇഷ്ടാനിഷ്ടം നോക്കി തോന്നിയ പോലെ കാര്യങ്ങൾ നടത്താനല്ല ഭരണഘടനാ ചുമതല. യൂണിയൻ ഗവൺമെന്റിന്റെ ചുമതല സ്റ്റേറ്റുകളെ സംതൃപ്തമായ രീതിയിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. തോന്നിയ പോലെ കാര്യങ്ങൾ നടത്താനല്ല, കേന്ദ്ര ഗവൺമെന്റിന് ഇഷ്ടാനിഷ്ടമനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കാനല്ല ഭരണഘടന ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അധികാരമുണ്ട് എന്ന് വെച്ച് എന്തും ചെയ്യാമെന്നാണോ ഒരു സംസ്ഥാനത്തോട് സ്വീകരിക്കേണ്ട സമീപനമാണോ ഇത്? അവിവേകവും നിയമവിരുദ്ധവും ജനാധിപത്യ നിഷേധാത്മക നിലപാടുമാണ് കേന്ദ്രത്തിൻ്റെത്. നമ്മുടെ നാടിൻ്റെ എല്ലാ മേഖലയെയും സ്തംഭിപ്പിക്കുക, ആ ഒരു ഉദ്ദേശത്തോടെയാണ് കാര്യങ്ങൾ നീക്കുന്നത്. കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന 1,07,500 കോടിയിൽ പരം രൂപയാണ് ഈ മൊത്തം കാലയളവിൽ കേരളത്തിന് നഷ്ടമായിട്ടുള്ളത്. ജീവനക്കാർക്ക് കൊടുക്കുന്ന ശമ്പളം വരെ മുടക്കാൻ കഴിയുമോ? ആ ഒരു ദുഷ്ടലാക്ക് കൂടി ഇതിൻ്റെ എല്ലാം പിന്നിൽ. ഇതാണോ ഒരു കേന്ദ്ര ഗവൺമെന്റ് ഒരു സംസ്ഥാന ഗവൺമെന്റിനോട് സ്വീകരിക്കേണ്ട സമീപനം? എന്നാൽ ആരുടെയും മുന്നിൽ ദയാവായ്പിന് വേണ്ടി കെഞ്ചുകയില്ലെന്നും ഏത് പ്രതിസന്ധിയിലും കൂട്ടായ പരിശ്രമത്തിലൂടെ വികസന ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മൾ ആരുടെയെങ്കിലും മുന്നിൽ ദയാവായ്പിന് വേണ്ടി കെഞ്ചുന്നവരല്ല. നമുക്ക് അർഹതപ്പെട്ടതും അവകാശപ്പെട്ടതുമായ കാര്യങ്ങളുണ്ട്. ആ അർഹതപ്പെട്ടതും അവകാശപ്പെട്ടതും നമ്മളായിട്ട് നിശ്ചയിച്ചതല്ല, അത് ഇന്ത്യൻ ഭരണഘടന നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സംസ്ഥാനത്തിനെതിരായ നിഷേധാത്മക നിലപാടിൽ കേന്ദ്രത്തിനൊപ്പമാണ് കോൺഗ്രസ് എന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ഇത്തരം കാര്യങ്ങളിൽ കേരളം ഒന്നിച്ചു നിൽക്കുന്ന സമീപനമാണ് സാധാരണ സ്വീകരിക്കേണ്ടത്. നിർഭാഗ്യവശാൽ നമ്മുടെ പ്രതിപക്ഷം കോൺഗ്രസ് ആ കാര്യത്തിൽ BJPയോടൊപ്പമാണ്. അവർക്ക് BJPയോടൊപ്പം നിന്ന് സർക്കാരിനെ എതിർക്കലാണ് പ്രാധാന്യം. എങ്ങനെയും സർക്കാരിനെ എതിർക്കുക, അതിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അത് നാം നേരിടുന്ന നിർഭാഗ്യകരമായൊരവസ്ഥയാണ്. അർഹതയുള്ള എല്ലാവർക്കും പട്ടയം നൽകുകയാണ് സർക്കാർ നയം. എന്നാൽ ഏറെ ശ്രമകരമായ ദൗത്യമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാവർക്കും ഭൂമി ലഭ്യമാക്കും എന്ന ശ്രമകരമായ ദൗത്യം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നത് നാം ഓർക്കണം. ഇത് അതീവ ഗൗരവമുള്ളൊരു കാര്യമാണ്. എളുപ്പത്തിൽ സായുധപ്രായമാക്കാൻ കഴിയുന്നൊരു കാര്യവുമല്ല. ഇത് നമ്മുടെ നാടിൻ്റെ ഒരു സാമൂഹ്യ ആവശ്യമാണ്. തേക്കൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ നടന്ന ചടങ്ങിൽ കുറിച്ചിക്കരയിലെ ലക്ഷ്മിക്ക് വനഭൂമി പട്ടയവും ചിറ്റിലപ്പള്ളി രവീന്ദ്രനും പാണഞ്ചേരി ജോയിക്കും പുറമ്പോക്ക് പട്ടയങ്ങളും മുഖ്യമന്ത്രി കൈമാറി. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ അധ്യക്ഷത വഹിച്ചു. സോണൽ ബോർഡുകൾ സ്ഥാപിച്ച് 4 സോണലുകളായി കേരളത്തിൽ 78 താലൂക്കുകളെ തിരിച്ചപ്പോൾ 1 വർഷക്കാലം കൊണ്ട് 101 കേസുകളിൽ തീരുമാനമെടുത്ത് 1168 ഹെക്ടർ ഭൂമി ഇതിനകം കേരളത്തിലെ ഗവൺമെന്റിന് സജ്ജമാക്കാൻ കഴിഞ്ഞു എന്ന അഭിമാനബോധവും നമുക്കുണ്ട്. മന്ത്രി K രാധാകൃഷ്ണൻ, MLA മാരായ P ബാലചന്ദ്രൻ, VR സുനിൽകുമാർ, ET ടൈസൺ മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കളക്ടർ VR കൃഷ്ണതേജ, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ, ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ A കൗശികൻ തുടങ്ങിയവർ പങ്കെടുത്തു. LDF സർക്കാർ 7.5 വർഷത്തിനിടയിൽ 3.25 ലക്ഷം പേർക്കാണ് പട്ടയം നൽകിയത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലയളവിൽ മാത്രം
1,53,103 പട്ടയങ്ങളാണ് ഇതിനോടകം വിതരണം ചെയ്തത്. ഇതോടെ 2.5 വർഷം കൊണ്ട് 1.5 ലക്ഷം പട്ടയമെന്ന ചരിത്ര ദൗത്യം പൂർത്തിയാക്കാനും സർക്കാരിനായി. തൃശൂർ ജില്ലയിൽ മാത്രം 3,922 പട്ടയങ്ങളാണ് ഇപ്പോൾ വിതരണം ചെയ്തത്. TCV തൃശൂർ. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് ഉത്തരവായി. കാൽപാദം കൊണ്ട് ഗിയർ പ്രവർത്തിക്കുന്ന 95 സിസിക്ക് മുകളിലുള്ള ഇരുചക്ര വാഹനങ്ങളിൽ ടെസ്റ്റ് നടത്തണം. ഓട്ടോമാറ്റിക് ഗിയറുള്ളതും ഇലക്ട്രിക് വാഹനങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തരുത്. പ്രതിദിനം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ചേർന്ന് ടെസ്റ്റ് നടത്തേണ്ടവരുടെ എണ്ണം 30 നിജപ്പെടുത്തി. ഗ്രൗണ്ട് ടെസ്റ്റിന് H ഒഴിവാക്കി. ലേണേഴ്സ് ടെസ്റ്റും സമാന്തരമായി നിജപ്പെടുത്തും. 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കാറിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ പരിശീലനം നൽകരുത്. ഡ്രൈവിംഗ് ടെസ്റ്റിനായുള്ള വാഹനത്തിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യാനുള്ള ക്യാമറ ഘടിപ്പിക്കണം. ഡ്രൈവിംഗ് പരിശീലകൻ കോഴ്സ് പാസ്സാകണം എന്നിവയാണ് പരിഷ്കരിച്ച പുതിയ മാറ്റങ്ങൾ. പരിഷ്കരണം മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരും. കരിവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ CPM പ്രാദേശിക നേതാക്കളെ ED വീണ്ടും ചോദ്യം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ അനൂപ് ഡേവിസ് കാട, വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ മധു അമ്പലപുരം എന്നിവരെയാണ് ED വീണ്ടും ചോദ്യം ചെയ്തത്. മുഖ്യപ്രതി സതീഷ് കുമാറുമായും CPM നേതാക്കളുമായും അടുത്ത ബന്ധമുള്ള ഇവർക്ക് വായ്പാ തട്ടിപ്പ് സംബന്ധിച്ച് അറിവുണ്ടെന്നാണ് ED വ്യക്തമാക്കുന്നത്. AC മൊയ്തീൻ അടക്കമുള്ള ഉന്നത CPM നേതാക്കളെയും ED ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. സഹകരണ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യത തകർക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ നടക്കുമ്പോഴും സഹകരണ ബാങ്കുകളിലെ നിക്ഷേപ സമാഹരണ യത്നത്തിൽ 22,000-ലേറെ കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞത് ജനങ്ങൾക്ക് സഹകരണ പ്രസ്ഥാനത്തോടുള്ള വിശ്വാസ്യതയാണ് കാണിക്കുന്നതെന്ന് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ P. ജയരാജൻ പറഞ്ഞു. ഒളരിക്കരയിലെ നവീകരിച്ച ഖാദി ഗ്രാമ സൗഭാഗ്യയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു P. ജയരാജൻ. ഭാരതത്തിൻ്റെ ദേശീയത രൂപപ്പെട്ടത് ജാതിക്കും മതത്തിനും ഭാഷക്കും പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങൾക്കുമെല്ലാം അതീതമായിട്ടാണ്. ആ ദേശീയതയാണ് ഇന്ന് പല നിലക്കും വെല്ലുവിളിക്കപ്പെടുന്നത്. നമ്മുടെ ഭരണഘടന ഇംഗ്ലീഷിൽ തുടങ്ങുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യയിലെ ജനങ്ങളായിട്ടുള്ള നമ്മളാണ് ഇന്ത്യയിലെ സാമൂഹ്യ സാമ്പത്തിക സംവിധാനക്രമം ഇന്നതായിരിക്കണം എന്ന് ഭരണഘടനയുടെ ആദ്യത്തെ വാചകത്തിൽ പ്രഖ്യാപിക്കുന്നു. നമ്മളെ വിഭജിക്കാനുള്ള ശ്രമമാണ്, നമുക്കിടയിൽ വിദ്വേഷം പരത്താനുള്ള ശ്രമമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ സ്ഥാനവസ്ത്രമായിട്ടുള്ള ഖാദി തീർച്ചയായിട്ടും ആ ദേശീയതയെ ഉദ്ഘോഷിക്കുന്നതാണ്. അതോടൊപ്പം ദേശീയത എന്താണോ അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നതാണ്. കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാതൃക രാജ്യത്തിന് ആകെ അനുകരണീയമാണ്. ചില മാധ്യമങ്ങൾ കള്ളപ്പണത്തിന്റെ സുരക്ഷിതമായ ഇടം സഹകരണ ബാങ്കുകളാണെന്ന് പ്രചാരണം നടത്തുമ്പോഴും സഹകരണ മേഖലയിലേക്ക് വൻ നിക്ഷേപം വന്നത് ഈ ദുഷ്പ്രചാരണം ജനങ്ങൾ തള്ളിക്കളഞ്ഞുവെന്നതിന് തെളിവാണ്. ചില സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടുകൾ ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. അതിൻ്റെ പേരിൽ സഹകരണ മേഖലയുടെ നന്മകൾ കാണാതിരുന്നുകൂടാ. ജാതിക്കും മതത്തിനും ഭാഷയ്ക്കും പ്രാദേശികമായ വ്യത്യാസങ്ങൾക്കും അതീതമായി രൂപപ്പെട്ട ഭാരതത്തിൻ്റെ ദേശീയത ഇന്ന് പല നിലയ്ക്കും വെല്ലുവിളിക്കപ്പെടുകയാണ്. ഈ സാഹചര്യത്തിൽ ദേശീയതയിൽ നമ്മെ ഒരുമിപ്പിക്കാൻ സ്വാതന്ത്ര്യ സമരകാലത്ത് രൂപം കൊണ്ട ഖാദി പ്രസ്ഥാനത്തിന് കഴിയും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഖാദി വസ്ത്രം ധരിക്കണമെന്ന പ്രചാരണം ജനങ്ങൾ ഏറ്റെടുത്താൽ ഖാദി പ്രസ്ഥാനത്തിന് ഊർജ്ജസ്വലതയോടെ മുന്നോട്ടു പോകാനാകും. തൊഴിലാളികൾക്ക് പൂർണ്ണ പിന്തുണ ഖാദി ബോർഡിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുമെന്നും P. ജയരാജൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് സെക്രട്ടറി ഡോക്ടർ KA രതീഷ്, സ്റ്റേറ്റ് ഡയറക്ടർ ഇൻചാർജ് CG ആണ്ടവർ, ബോർഡ് അംഗങ്ങളായ കമല സദാനന്ദൻ, S. ശിവരാമൻ, ഡെപ്യൂട്ടി ഡയറക്ടർ PS. ശിവദാസൻ, ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ പ്രോജക്ട് ഓഫീസർ S. സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഊരകം 7ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ 83.18% പോളിംഗ്. ഊരകം AUP സ്കൂളിലെ 1ഉം 2ഉം ബൂത്തുകളിൽ രാവിലെ മുതൽ വോട്ട് ചെയ്യാനായി നീണ്ട നിരയായിരുന്നു. 1142 വോട്ടർമാരിൽ 950 പേർ വോട്ട് രേഖപ്പെടുത്തി. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനായി പോളിംഗ് സ്റ്റേഷനിലും പരിസരത്തും പാവറട്ടി SHO ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് ക്യാമ്പ് ചെയ്തിരുന്നു. UDF അംഗമായിരുന്ന മോഹനൻ വാഴപ്പുള്ളിയുടെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ UDF വിജയിച്ചത്. 5 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. UDF സ്ഥാനാർത്ഥിയായി ലിജോ പനക്കൽ, LDF സ്ഥാനാർത്ഥിയായി VM മനീഷ്, NDA സ്ഥാനാർത്ഥിയായി മിഥുൻ വൃന്ദാവനം, ഇന്ത്യൻ ഗാന്ധിയൻ പാർട്ടി സ്ഥാനാർത്ഥിയായി പാർവതി ഗാന്ധി, സ്വതന്ത്ര സ്ഥാനാർത്ഥി NR രാജൻ എന്നിവരാണ് മത്സരിച്ചത്.
വോട്ടെണ്ണൽ വെള്ളിയാഴ്ച രാവിലെ 10-ന് മുല്ലശ്ശേരി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കും. ഊരകം ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വിജയം സുനിശ്ചിതമാണെന്ന് മുരളി പെരുന്നെല്ലി MLA. ഊരകം AUP സ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിൽ ഭാര്യയോടും മകളോടുമൊപ്പമെത്തി വോട്ട് ചെയ്തതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു MLA. വിവാഹവേദിയിൽ നിന്ന് നവവധു പോയത് പോളിംഗ് ബൂത്തിലേക്ക്. ഊരകം ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വിവാഹ വസ്ത്രത്തിൽ നവവധു എത്തിയപ്പോൾ ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും കൌതുകമായി. ഊരകം പുഴങ്ങരയില്ലത്ത് ഫൈസൽ മകൾ റാഷദയാണ് കുടുംബസമേതം പോളിംഗ് ബൂത്തായ ഊരകം AUP സ്കൂളിലേക്ക് എത്തിയത്. UDF സ്ഥാനാർത്ഥി ലിജോ പനക്കൽ നവവധുവിന് വിവാഹമംഗളാശംസകൾ നേരുകയും പോളിംഗ് ബൂത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു. പോളിംഗ് ബൂത്തിൽ ഉണ്ടായിരുന്ന വോട്ടർമാരും നവവധുവിന് മംഗളങ്ങൾ നേർന്നു. മാസപ്പടി വിവാദത്തിൽ എക്സൈസ് കമ്മീഷണർ അന്വേഷണം ആരംഭിച്ചു. എക്സൈസ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം. ബാർ ഉടമകളുടെ സംഘടനയാണ് മാസപ്പടി സംബന്ധിച്ച് വിവരം പുറത്തുവിട്ടത്. മാസം തോറും ഓരോ ബാറിൽ നിന്നും എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മാസപ്പടി നൽകേണ്ടി വന്നിരുന്നതായാണ് ബാർ ഉടമകൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കൈക്കൂലിക്കെതിരെ ഏതാനും ബാർ ഉടമകൾ ശക്തമായി രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്ന് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ യോഗത്തിൽ ഇനി മുതൽ മാസപ്പടി നൽകില്ലെന്ന് ബാർ ഉടമകൾ തീരുമാനമെടുക്കുകയായിരുന്നു. പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. എലിക്കോട് ആദിവാസി കോളനിക്ക് സമീപമാണ് പുലിയിറങ്ങിയത്. വീടിന് പുറകിലെ തോട്ടത്തിൽ നിന്നിരുന്ന പശുക്കുട്ടിയുടെ പകുതി ഭാഗവും ഭക്ഷിച്ച നിലയിലാണ്. വ്യാഴാഴ്ച പുലർച്ചെയാണ് പ്രദേശവാസികൾ പശുക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി. ആഴ്ചകൾക്ക് മുമ്പ് എച്ചിപ്പാറ, കുണ്ടായി, വലിയകുളം പ്രദേശത്തും പുലിയിറങ്ങി പശുക്കളെ കൊന്നിരുന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാഡികൾക്കും ആദിവാസി കോളനികൾക്കും സമീപത്തായി പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു തുടങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. കാട്ടാനശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുന്ന പ്രദേശത്ത് പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. പുലിയിറങ്ങി പശുക്കളെ ആക്രമിക്കുന്നത് പതിവായ സാഹചര്യത്തിൽ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ശ്രീനാരായണപുരത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് സൂചന. പടിഞ്ഞാറെ വെമ്പല്ലൂർ കുടിലിങ്ങൽ ബസാർ ഏറാട്ട് സദാനന്ദന്റെ ഭാര്യ 67 വയസ്സുള്ള തങ്കമണിയെയാണ് ബുധനാഴ്ച വൈകിട്ട് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിനകത്ത് അബോധാവസ്ഥയിൽ കണ്ടെത്തിയ തങ്കമണിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അതിനകം മരണം സംഭവിച്ചുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നാൽ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ പരാതിപ്പെടുകയായിരുന്നു. തുടർന്ന് മതിലകം പോലീസ് ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയായിരുന്നു. മരണം കൊലപാതകമാണെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ മതിലകം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ വിവിധ ഭാഗങ്ങളിൽ ദിവസങ്ങളായി കുടിവെള്ളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ കോൺഗ്രസ് കൌൺസിലർമാർ കാലിക്കുടങ്ങളുമായി കോർപ്പറേഷന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കുടിവെള്ളത്തിന് വേണ്ടി തൃശൂർ കോർപ്പറേഷൻ 162 കോടി ചെലവഴിച്ചിട്ടും കുടിവെള്ളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ ഉപനേതാവ് EV സുനിൽ രാജ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ, ലാലി ജെയിംസ്, വിനീഷ് തയ്യിൽ തുടങ്ങിയവർ സംസാരിച്ചു. ദേവസ്വം ജീവനക്കാർ ജോലിയിൽ അലസത കാണിക്കരുതെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ വിവിധ പദ്ധതികളുടെ സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജീവനക്കാർ ജോലികൾ കൃത്യമായി ചെയ്തു തീർക്കാൻ ശ്രദ്ധിക്കണം. കൂടുതൽ ഭക്തർക്ക് സൗകര്യമൊരുക്കാൻ ഇത് വഴിവെക്കുമെന്നും മന്ത്രി പറഞ്ഞു. റെയിൽവേ സ്റ്റേഷന് സമീപം തിരുത്തിക്കാട്ടുപറമ്പിൽ ദേവസ്വം ജീവനക്കാർക്കായി നിർമ്മിക്കുന്ന പാർപ്പിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം, കംഫർട്ട് സ്റ്റേഷൻ കം ഡോർമിറ്ററി സമുച്ചയത്തിന്റെ സമർപ്പണം, നവീകരിച്ച മഞ്ജുലാൽ പടിഞ്ഞാറെ റോഡ് സമർപ്പണം, ആനത്താവളത്തിൽ നിർമ്മിച്ച ഇന്റർലോക്ക് ടൈൽ റോഡ് സമർപ്പണം എന്നിവയാണ് മന്ത്രി നിർവഹിച്ചത്. സമർപ്പണ ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, ചെങ്ങറ സുരേന്ദ്രൻ, മനോജ് B നായർ, VG രവീന്ദ്രൻ, വാർഡ് കൌൺസിലർ ശോഭ ഹരിനാരായണൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിച്ച കരാറുകാർക്ക് ദേവസ്വത്തിന്റെ ഉപഹാരം ചടങ്ങിൽ മന്ത്രി സമ്മാനിച്ചു.
ഗുരുവായൂർ ദേവസ്വം ഭക്തർക്ക് യാതൊരുവിധ സൗകര്യങ്ങളും നൽകുന്നില്ലെന്നാരോപിച്ച് മന്ത്രി കെ രാധാകൃഷ്ണന് നേരെ ഭക്തയുടെ പ്രതിഷേധം. ദേവസ്വത്തിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾ മന്ത്രി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രതിഷേധവുമായി ഭക്ത എത്തിയത്. ഗുരുവായൂർ ദേവസ്വത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ ഭക്ത ഉച്ചത്തിൽ സംസാരിച്ചതോടെ മന്ത്രി പ്രസംഗം നിർത്തി. ഉടൻ തന്നെ ദേവസ്വം ജീവനക്കാരെത്തി ഭക്തയെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചതോടെ അവർ രോഷാകുലരായി. ദേഹത്ത് തുടരുതെന്ന് അവർ നിർദ്ദേശിച്ചു. ഈ സമയം വേദിക്കരികിൽ പോലീസ് ഉണ്ടായിരുന്നില്ല. റോഡരികിൽ നിന്ന് പോലീസും ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരും ബഹളം കേട്ട് ഓടിയെത്തിയപ്പോഴേക്കും ഭക്ത നടന്നകന്നു. ഭക്തി അമിതമായാലും ദോഷമാണെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 90 ലക്ഷം രൂപയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് 6 മാസത്തിനകം അന്വേഷണം പൂർത്തീകരിച്ച് നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി. ചെറുമനങ്ങാട് വിപിൻ കെ മോഹനൻ, ആശുപത്രി വികസന സൊസൈറ്റി അംഗം CV കുര്യാക്കോസ് എന്നിവർ സമർപ്പിച്ച റിട്ട് ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. ആശുപത്രി വികസന സൊസൈറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ നടത്തിയ പ്രാഥമിക മിന്നൽ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിൽ ജില്ലാ ഫിനാൻസ് ഓഫീസർ 1 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചതിൽ 10.17 ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. ജില്ലാ കളക്ടർ സാമ്പത്തിക ക്രമക്കേട് അടിയന്തരമായി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനും ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ പരാതി നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് റിട്ട് ഹർജി നൽകിയത്. കേരള സംസ്കൃത അധ്യാപക ഫെഡറേഷൻ 46ാം സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരിൽ തുടക്കമായി. പ്രതിനിധി സമ്മേളനം പുറനാട്ടുകര CSU ഡയറക്ടർ പ്രൊഫസർ ഗോവിന്ദ പാണ്ഡെ ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് NN രാമൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ KR ജയദേവൻ, ഫെഡറേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ രാജഗോപാലൻ, മധു, ജില്ലാ പ്രസിഡന്റ് നിർമ്മലകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിയാഴ്ച സാഹിത്യ അക്കാദമി നടക്കുന്ന സമ്മേളനം രമ്യ ഹരിദാസ് MP ഉദ്ഘാടനം ചെയ്യും. സ്കൂളുകളിൽ കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ പ്രത്യേക ഇടവേള ഒരുക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിറങ്ങിയതോടെ അതിയായ സന്തോഷത്തിലാണ് മുപ്ലിയം സ്വദേശി രവീന്ദ്രനാഥ്. രവീന്ദ്രനാഥ് നേരത്തെ നൽകിയ പരാതിയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയത്. 2020 മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും കോവിഡിനെ തുടർന്ന് പദ്ധതി നടപ്പിലാക്കിയിരുന്നില്ല. ഇതേക്കുറിച്ച് രവീന്ദ്രനാഥ് കഴിഞ്ഞയാഴ്ച മനുഷ്യാവകാശ കമ്മീഷന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പുതിയ ഉത്തരവ് ഇറക്കിയത്. 2020 ഞാൻ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി കൊടുക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ എന്നെ ഹിയറിംഗിന് വിളിക്കുകയും ഹിയറിംഗിൽ ഞാൻ എന്റെ വാദമുഖങ്ങൾ അവതരിപ്പിക്കുകയും കമ്മീഷൻ ഇതിൽ ഇടപെടുകയും ഈ കാലഘട്ടത്തിന് ഇത് അനിവാര്യമാണെന്ന് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. നിർഭാഗ്യവശാൽ കോവിഡ് വന്ന അവസരത്തിൽ ഇത് നടപ്പിലായില്ല. ഇപ്പോഴും ഇത് നടപ്പിലാക്കുന്നില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ അടുത്ത ദിവസം മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തു. കമ്മീഷൻ ഇടപെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ബഹുമാനപ്പെട്ട ശിവൻകുട്ടി അവറുകൾ ഇത് നടപ്പിലാക്കാനായിട്ട് സർക്കാരിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എത്രയും വേഗം പദ്ധതി നടപ്പിലാക്കിയതായി ഉറപ്പുവരുത്തണമെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ RDD, AD, ഡയറ്റ് പ്രിൻസിപ്പൽ എന്നിവർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. സ്കൂൾ സമയത്ത് ക്രമമായ ഇടവേളകളിൽ ബെൽ മുഴക്കി കുട്ടികളെ വെള്ളം കുടിപ്പിക്കാൻ ശീലിപ്പിക്കുന്നതാണ് ജലമണി പദ്ധതി. രാവിലെ 10:30 ഉച്ചയ്ക്ക് 2 ബെൽ മുഴക്കി 5 മിനിറ്റ് വീതം പ്രത്യേക ഇടവേളകൾ അനുവദിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരാത്ത വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ ശുദ്ധജലം ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. വെള്ളം ശരിയായ അളവിൽ കുടിക്കാത്തതുമൂലം കുട്ടികൾക്കുള്ള ക്ഷീണം, ദഹനക്കുറവ്, വൃക്കകളുടെയും മറ്റ് അവയവങ്ങളുടെയും ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കാനാണ് ജലമണി പദ്ധതി നടപ്പിലാക്കിയത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള എല്ലാ സ്കൂളുകളിലും പദ്ധതി നടപ്പിലാക്കാനാണ് ഉത്തരവ്. TCV പുതുക്കാട്. ഉത്സവത്തിന് കൊടിയേറിയതോടെ കനലണയാതെ ഗുരുവായൂരിലെ കലവറ. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ പ്രസാദ ഊട്ടിനും പകർച്ചയ്ക്കുമായി ഏകദേശം 3 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഗുരുവായൂർ ഉത്സവ നാളുകളിൽ ദേശത്ത് ആരും പട്ടിണി കിടക്കരുത് എന്നാണ് പ്രമാണം. ഓരോ വർഷം ചെല്ലുന്തോറും പ്രസാദ ഊട്ടിനും പകർച്ച വാങ്ങാനെത്തുന്നവരുടെ എണ്ണവും ഏറുകയാണ്. രാവിലെ കഞ്ഞി, മുതിര, ഇടിച്ചക്ക പുഴുക്ക്, പപ്പടം, നാളികേരപ്പൂൾ, ശർക്കരപ്പൊടി എന്നിവയാണ് വിളമ്പുക. ഒരേ സമയം 1000-ലധികം പേർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് പന്തൽ ഒരുക്കിയിട്ടുള്ളത്. വൈകിട്ട് ചോറ്, രസക്കാളൻ, ഓലൻ, പപ്പടം എന്നിവയാണ് വിളമ്പുക. പ്രസാദ ഊട്ടിന് വരി നിൽക്കുന്ന മുഴുവൻ പേർക്കും നൽകുന്നതുവരെ ഭക്ഷണ വിതരണം തുടരും.
വിഭവങ്ങൾ ഒരുക്കാൻ അരി, ഇടിച്ചക്ക, മുതിര, മത്തൻ, കുമ്പളങ്ങ, ചേന, വെള്ളരി തുടങ്ങിയവ കലവറയിൽ ശേഖരിച്ചിട്ടുണ്ട്. പകലും രാത്രിയും ഇടവേളകളില്ലാതെ നിരവധി പേർ വിഭവങ്ങൾ ഒരുക്കാൻ അണിയറയിലുണ്ടാകും. 10 ദിവസത്തെ ഉത്സവം കഴിയുമ്പോൾ 5 ലക്ഷത്തോളം പേർ പ്രസാദ ഊട്ടിന്റെ ഭാഗമായിട്ടുണ്ടാകും. ഉത്സവത്തിന്റെ മുഖ്യ ആകർഷണമാണ് പ്രസാദ ഊട്ട്. ഉത്സവ നാളുകളിൽ ഊട്ടിന്റെ ഭാഗമാവുക എന്നത് ഭക്തരെ സംബന്ധിച്ച് പ്രധാനമാണ്. 2,97,53,023 രൂപയാണ് ഇത്തവണ പ്രസാദ ഊട്ടിനും പകർച്ചയ്ക്കുമായി ദേവസ്വം വകയിരുത്തിയിട്ടുള്ളത്. ഗുരുവായൂർ ക്ഷേത്രോത്സവം 2ാം ദിവസത്തിലേക്ക് കടന്നതോടെ തങ്കത്തിടമ്പും കോലവും എഴുന്നള്ളിച്ചുള്ള ഗുരുവായൂരപ്പന്റെ രാജകീയ പ്രൗഢിയോടെയുള്ള എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. രാവിലെ ദിക്കുകൊടികൾ സ്ഥാപിച്ചതോടെയാണ് വിശേഷാൽ മേളങ്ങൾക്ക് തുടക്കമായത്. തന്ത്രി ചേന്ന സതീശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ 4 ഇല്ലങ്ങളിൽ നിന്നുള്ള ഓദിക്കന്മാർ ചേർന്നാണ് ക്ഷേത്രത്തിന്റെ 8 ദിക്കുകളിലും കൊടികൾ സ്ഥാപിച്ചത്. ദിക്കുകൊടികൾ ഉയർന്നതോടെ സ്വർണ്ണക്കൊടിമര ചുവട്ടിൽ പഞ്ചാരി മേളത്തിന് കോലമർന്നു. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളവിസ്മയം ആസ്വാദകരിൽ ആവേശത്തിന്റെ താളവട്ടം തീർത്തു. ലക്ഷണമൊത്ത കൊമ്പൻ ഇന്ദ്രസൻ കോലമേറ്റി. ചെന്താമരാക്ഷൻ, വിഷ്ണു എന്നീ ആനകൾ ഇടം വലം അണിനിരന്നു. പട്ടുകുട, കൊടിക്കൂറ, തഴ, സൂര്യമറ എന്നിവയുടെ അകമ്പടിയോടെ രാജകീയ പ്രൗഢിയോടെയാണ് കണ്ണൻ എഴുന്നള്ളിയത്. ഉച്ചതിരിഞ്ഞുള്ള എഴുന്നള്ളിപ്പിൽ ആനയോട്ടത്തിലെ ജേതാവ് ഗോപി കണ്ണൻ കോലമേറ്റും. ക്ഷേത്രം കൂത്തമ്പലത്തിൽ അരങ്ങേറാറുള്ള ചാക്യാർ കൂത്തിനും പാഠകത്തിനും രാത്രി തുടക്കമാകും. ഭക്തർക്ക് ദർശന സായുജ്യമായി ഗുരുവായൂരപ്പൻ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളി. ഉത്സവത്തിന്റെ 2ാം ദിവസം മുതൽ ആറാട്ട് വരെയുള്ള ദിവസങ്ങളിൽ ഭഗവാൻ പഴുക്കാമണ്ഡപത്തിലാണ് എഴുന്നള്ളുന്നത്. പന്തീരടി പൂജയ്ക്ക് ശേഷം നാലമ്പലത്തിനകത്ത് സപ്തമാതൃകൾക്ക് സമീപവും രാത്രി വടക്കേ നടയിലുമാണ് ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് എഴുന്നള്ളിക്കുന്നത്. സ്വർണത്തിൽ ശ്രീകോവിലിന്റെ മാതൃകയിൽ തീർത്ത പഴുക്കാമണ്ഡപത്തിൽ ആലവട്ടം, വെഞ്ചാമരം എന്നിവ കൊണ്ട് അലങ്കരിച്ച് വീരാളിപ്പട്ടിൽ ഭഗവത് തിടമ്പ് എഴുന്നള്ളിക്കും. ചുറ്റുഭാഗത്തുമായി 12 വെള്ളി കുത്തുവിളക്കുകളും സാമ്പ്രാണിയും അഷ്ടഗന്ധവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങളും നിരത്തും. മുന്നിൽ നിറഞ്ഞു കത്തുന്ന ദീപസ്തംഭവും ഉണ്ടാകും. സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിലേക്ക് എഴുന്നള്ളുന്ന ഭഗവാനെ തൊഴുന്നത് ഏറെ പുണ്യമാണെന്നാണ് വിശ്വാസം. ഭക്തരുടെ വലിയ തിരക്കാണ് ഈ സമയങ്ങളിൽ അനുഭവപ്പെടുന്നത്. ഗുരുവായൂരിൽ വർണ്ണവസന്തം വിരിച്ച് പുഷ്പോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നഗരസഭയുടെ ആഭിമുഖ്യത്തിലാണ് പുഷ്പോത്സവവും നിശാഗന്ധി സർഗോത്സവവും നടത്തുന്നത്. പുഷ്പോത്സവത്തിന്റെ ഉദ്ഘാടനം NK അക്ബർ MLAയും നിശാഗന്ധി സർഗോത്സവത്തിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും നിർവഹിച്ചു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. പുഷ്പോത്സവത്തിൽ പുഷ്പഫലസസ്യ പ്രദർശനം, ലഘുഭക്ഷണശാലകൾ, വ്യാപാരമേള എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത്. നിശാഗന്ധി സർഗോത്സവത്തിൽ ഗസൽ നൈറ്റ്, നാടകം, നാടൻ പാട്ടുകൾ, കോമഡി ഷോ, ഡാൻസ് ഫെസ്റ്റ്, മ്യൂസിക് ബാൻഡ് തുടങ്ങി വിവിധയിനം കലാപരിപാടികൾ സൗജന്യമായി ആസ്വദിക്കാം. ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങുന്ന മാർച്ച് 1-ന് പുഷ്പോത്സവം സമാപിക്കും. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് കണ്ണന് മുന്നിൽ നൃത്താർച്ചനയുമായി വനിതകളുടെ തിരുവാതിരക്കളി അരങ്ങ് ഉണർന്നു. വ്യാഴാഴ്ച പുലർച്ചെ 6 മണിയോടെയാണ് തിരുവാതിരക്കളിക്ക് തിരശ്ശീല ഉയർന്നത്. ക്ഷേത്രം രുദ്ര തീർത്ഥക്കുളത്തിന് സമീപം വൃന്ദാവനം വേദിയാണ് അരങ്ങ്. ഇനി 8ാം ഉത്സവ ദിനമായ 28-ന് രാത്രി 7 മണിവരെ വൃന്ദാവനത്തിൽ ഇടതടവില്ലാതെ തിരുവാതിരക്കളി അരങ്ങേറും. ദിവസവും രാവിലെ 6 മുതൽ രാത്രി 7 മണിവരെയാണ് സമയം. കേരളത്തിന് പുറമെ ചെന്നൈ, ബംഗളൂരു, മുംബൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭക്തരും തിരുവാതിരക്കളി അവതരിപ്പിക്കാൻ രംഗത്തുണ്ട്. 316 വനിതാ സംഘങ്ങളാണ് ഇത്തവണ തിരുവാതിരക്കളി അവതരിപ്പിക്കുന്നത്. 118 സംഘങ്ങളാണ് കഴിഞ്ഞ വർഷം തിരുവാതിരക്കളി അവതരിപ്പിച്ചത്. തിരുവാതിരക്കളിയുടെ വേദിയായ വൃന്ദാവനത്തിന് മുന്നിൽ ആസ്വാദകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ചിമ്മിനി ഡാമിൽ ജലനിരപ്പ് താഴുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നു. ആകെ സംഭരണശേഷിയുടെ 29% ഇപ്പോൾ വെള്ളമുള്ളത്. കോൾപ്പടവുകളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായി മാസങ്ങളായി ചിമ്മിനി ഡാം തുറന്നിരിക്കുകയാണ്. ഏനമാവ് ബണ്ട് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ വെള്ളം തുറന്നുവിടുമെന്നാണ് അധികൃതർ പറയുന്നത്. അടിയന്തരമായി ഏനമാവ് ബണ്ട് നിർമ്മാണം പൂർത്തിയാക്കി ചിമ്മിനിയിൽ വെള്ളം സംഭരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വരൾച്ചയാകും ചിമ്മിനി ഡാം നേരിടാൻ പോകുന്നത്. നിയമക്കുരുക്കിൽപ്പെട്ട് അടഞ്ഞുകിടന്നിരുന്ന പെരിഞ്ഞനം പഞ്ചായത്തിലെ പ്രളയപ്പുരയ്ക്ക് ശാപമോക്ഷം.
8 കുടുംബങ്ങൾക്ക് വീടിന്റെ താക്കോൽ കൈമാറി. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഗൃഹപ്രവേശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 2025 അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്ന് മന്ത്രി പറഞ്ഞു. ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട് നൽകണമെന്നാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സാധാരണ നിലയിൽ ഗവൺമെന്റിന്റെ ഒരു നയമാണ് എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട്. അക്കൂട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഭവന നിർമ്മാണ പദ്ധതിയായിട്ടുള്ള ലൈഫ് കൂടി സമാഹരിച്ചപ്പോൾ ഈ ഗവൺമെന്റ് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ഭൂമിയും എല്ലാവർക്കും വീടും നൽകാവുന്ന ഒരു നാടായി കേരളം മാറണം എന്ന നിർബന്ധ ബുദ്ധിയിലേക്ക് കടന്നു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ റോട്ടറി ക്ലബ്ബ് 1 കോടി രൂപ ചെലവഴിച്ച് റവന്യൂ വകുപ്പിന്റെ മിച്ചഭൂമി സ്ഥലത്താണ് പ്രളയപുര നിർമ്മിച്ചിരിക്കുന്നത്. പ്രളയബാധിതരായ 2 കുടുംബങ്ങൾക്ക് മാത്രമേ താക്കോൽ കൈമാറിയിരുന്നുള്ളൂ. പഞ്ചായത്തിന്റെയും MLAയുടെയും ജില്ലാ കളക്ടറുടെയും ഇടപെടലിനെ തുടർന്ന് ഫെബ്രുവരി 14 നടന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് പ്രളയപുരയിലെ ബാക്കി വീടുകൾ പ്രളയബാധിതർക്ക് പുറമെ ഭവനരഹിതർക്കും ഭൂരഹിതർക്കും നൽകാൻ തീരുമാനിച്ചത്. E.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. പ്രളയപുരയുടേതുപോലെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്ന പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ ക്രിമിറ്റോറിയത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് പ്രവർത്തന സജ്ജമായെന്ന് E.T. ടൈസൺ MLA പറഞ്ഞു. ഗതാഗത കുരുക്ക് നേരിടുന്ന 3 പീടിക സെന്ററിലെ ട്രാഫിക് പ്രശ്നത്തിന് റോഡിന് വീതി കൂട്ടി പരിഹരിക്കും. മണ്ഡലത്തിലെ മറ്റൊരു പ്രധാന വികസന പദ്ധതിയാണ് 1.79 കോടി ചെലവിൽ നിർമ്മിച്ച ഐസൊലേഷൻ വാർഡെന്നും MLA കൂട്ടിച്ചേർത്തു. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ മുഖ്യാതിഥിയായി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ, കൊടുങ്ങല്ലൂർ തഹസിൽദാർ അനിൽകുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ അജിത, പഞ്ചായത്ത് സെക്രട്ടറി K. ശ്രീകുമാർ, വില്ലേജ് ഓഫീസർ ഷൈബി, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ് കയ്പമംഗലം. പഴഞ്ഞി പട്ടിത്തടം റോഡിൽ വീടിന് തീപിടിച്ചു. ഓടേരിയിൽ അശോകന്റെ വീടിനാണ് തീപിടിച്ചത്. തീ ആളിപ്പടരുന്നത് കണ്ട് വീട്ടുകാർ പുറത്തേക്കിറങ്ങിയോടി. വീടിന്റെ മുകളിലെ മച്ചിൽ സൂക്ഷിച്ച ഉണങ്ങിയ മരക്കഷ്ണങ്ങൾക്കാണ് തീപിടിച്ചത്. വീടിന്റെ മുകൾ വശം കത്തി നശിച്ചു. കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തീയണച്ചു. സ്റ്റേഷൻ ഓഫീസർ B. വൈശാഖ്, അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരായ ലൈജു, റഫീഖ്, പവിത്രൻ, അമൽ, ശരത്, സ്റ്റാലിൻ, ശ്യാം, വിഷ്ണുദാസ്, സനൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീയണച്ചത്. വേനൽ കനത്തിട്ടും കുറുമാലിപ്പുഴയിലെ മൺചിറ നിർമ്മാണം ഇതുവരെ തുടങ്ങിയില്ല. കുടിവെള്ള ജലസേചന പദ്ധതി പ്രവർത്തനം അവതാളത്തിൽ. വരൾച്ചാ ഭീതിയിൽ കാർഷിക മേഖല. കുറുമാലിപ്പുഴയിൽ ഇറിഗേഷൻ വകുപ്പിന്റെ ചെങ്ങാലൂർ കുണ്ടുകടവച്ചിറ, കരയാമ്പാടത്തെ തോട്ടുമുഖം, കന്നാട്ടുപാടത്തെ കാരിക്കുളം, മാഞ്ഞൂർ, വാസുപുരം കടവുകളിലെ മൺചിറകളാണ് ഇനിയും പണി ആരംഭിക്കാത്തത്. സാധാരണ ഡിസംബർ മാസത്തിൽ പൂർത്തിയാകുന്ന ചിറകൾ ജൂൺ മാസത്തിൽ മഴ ശക്തമാകുന്നതോടെ തനിയെ തകരുകയാണ് പതിവ്. പുഴയിലെ വെള്ളം നിയന്ത്രിക്കുന്നതിന് വർഷം തോറും പണിയുന്ന താൽക്കാലിക മൺചിറകളാണ് ഇതുവരെ നിർമ്മിക്കാത്തത്. പുഴയിൽ മണൽച്ചാക്കുകൾ നിരത്തി മുകളിൽ മണ്ണിട്ടാണ് ചിറകൾ പണിയുന്നത്. ജില്ലയിലെ 13,000 ഹെക്ടർ കോൾപ്പാടങ്ങൾ ആശ്രയിക്കുന്നത് ചിമ്മിനി ഡാമിലെ വെള്ളമാണ്. ചിമ്മിനി ഡാമിന്റെ പ്രധാന ജലവിതരണ മാർഗമാണ് കുറുമാലിപ്പുഴ. വേനലിൽ വെള്ളം നിയന്ത്രിച്ച് കോൾകൃഷിക്ക് ആവശ്യത്തിന് വെള്ളം എത്തിക്കുന്നതിനും മേഖലയിലെ കാർഷിക ജലസേചനം സുഗമമാക്കുന്നതിനുമാണ് ഇറിഗേഷൻ വകുപ്പ് പുഴയിൽ മൺചിറകൾ നിർമ്മിക്കുന്നത്. പുഴവെള്ളം ചിറകെട്ടി തടയുന്നതോടെ ചിമ്മിനി, വരന്തരപ്പള്ളി, പുതുക്കാട്, മാഞ്ഞാങ്കുഴി ഷട്ടർ വരെയുള്ള പ്രദേശങ്ങളിലെ കാർഷിക ജലസേചന ആവശ്യങ്ങൾക്കും പരിഹാരമാകാറുണ്ട്. എന്നാൽ ഇത്തവണ ചിറ നിർമ്മാണം നടക്കാത്തതിനാൽ മേഖലയിൽ വരൾച്ചാ ഭീഷണി ശക്തമാണ്. കുറുമാലിപ്പുഴയിലെ നിരവധി ജലസേചന പദ്ധതികൾ പ്രവർത്തനം നിലയ്ക്കുമെന്ന സ്ഥിതിയുമുണ്ട്. കാർഷിക മേഖലയായ വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കർഷകരാണ് കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ചിറ കെട്ടുന്നതോടെ തോടുകളിലൂടെയും കാനയിലൂടെയും എത്തുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് വേനൽക്കാലത്തെ കൃഷി. എന്നാൽ ചിറ നിർമ്മാണം ആരംഭിക്കാത്തതിനാൽ വെള്ളമില്ലാതെ കരയാമ്പാടം പാടശേഖരത്തിലെ 100 കണക്കിന് ഹെക്ടർ നെൽകൃഷിയും കാർഷിക വിളകളും ഉണക്ക് ഭീഷണിയിലാണ്. കുറുമാലിപ്പുഴയിലെ ചിറകള് ഈ അടുത്ത കാലം വരെ ഇങ്ങനൊരു ചരിത്രം ഉണ്ടായിട്ടില്ല. കെട്ടാതെ ഈ ഡിസംബർ ലാസ്റ്റ് വരെ കെട്ടിയിരുന്നതാണ് എല്ലാ കൊല്ലം. പക്ഷേ ഇത്തവണ മാത്രം അത് ഇല്ല. അത് തന്നെയല്ല, ചെമ്മിണി ഡാമിലത്തെ വെള്ളം ഇങ്ങനെ തുറന്ന് ഊറ്റി വിട്ടിരിക്കുകയാണ്. ഇനി അത് നിൽക്കുമ്പോൾ ഇവിടെ ഈ പരിസരത്തുള്ള ആൾക്കാർക്കൊന്നും കുടിവെള്ളം വരെ ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് പോക്ക്. ഡാം വറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരു തുള്ളി വെള്ളം ഈ ഭാഗത്തൊന്നും കിട്ടാനൊരു മാർഗം ഉണ്ടാവില്ല. ഈ ചിറ കെട്ടി വെള്ളം നിന്നിട്ട് വേണം ഞങ്ങൾക്ക് കുടിവെള്ളം, നെൽകൃഷി, വാഴ, ജാതി, തെങ്ങ്, അടയ്ക്കാമരം ഇതിനൊക്കെ സ്രോതസ് ഈ ചിറ കെട്ടിയിട്ട് ഇതിൽ നിന്ന് ലിഫ്റ്റ് ഇറിഗേഷൻ മുഖേന വെള്ളം അടിച്ചിട്ടാണ് കരയാമ്പാടം, നോർത്ത് കനാല്, സൗത്ത് കനാലിൽ കൂടെ വെള്ളം വിടുന്നത്. അതിപ്പോൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ളവർക്ക് കുടിവെള്ളം വരെ മുട്ടിപ്പോകും. വർഷം തോറും വലിയ തുക ചെലവഴിച്ചാണ് പുഴയിൽ താൽക്കാലിക തടയണകൾ പണിയുന്നത്. ഏനമാവ് ബണ്ട് കെട്ടുന്നതിൽ സംഭവിച്ച കാലതാമസമാണ് കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നത്.
ഇതുമൂലം കഴിഞ്ഞ 22 ദിവസമായി ചെമ്മിനി ഡാം തുറന്ന് വെള്ളം ഒഴുക്കിവിട്ടുകൊണ്ടിരിക്കുകയാണ്. കോൾപ്പാടങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറുമെന്ന ആശങ്കയാണ് ചെമ്മിനി ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിടാൻ കാരണം. എന്നാൽ ജില്ലാ ഭരണകൂടത്തിന്റെയും ഇറിഗേഷൻ അധികൃതരുടെയും അനാസ്ഥയാണ് ചിറ നിർമ്മാണം വൈകാൻ കാരണമെന്ന് വരന്തരപ്പള്ളി പഞ്ചായത്ത് മെമ്പർ VB അരുൺ ആരോപിച്ചു. ഇവിടുത്തെ 60% ആളുകൾ ഉപജീവനത്തിനായിട്ട് കൃഷിയെ അനുബന്ധിച്ചാണ് ജീവിക്കുന്നത്. സാധാരണ ഡിസംബർ 26 വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 3 തടയണകളും കെട്ടിക്കഴിയാറുള്ളതാണ്. പക്ഷേ ഇത്തവണ ജില്ലാ ഭരണകൂടത്തിൻ്റെ അനാസ്ഥ എന്ന് തന്നെ പറയണം. 2 മാസം കഴിഞ്ഞിട്ടും ഇതുവരെയായിട്ടും തടയണകൾ നിർമ്മിക്കാനുള്ള ഒരു പരിപാടി പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെ എല്ലാ കർഷകരും വലിയ പ്രതിഷേധത്തിലാണ്. ഡിസംബർ ജനുവരി മാസങ്ങളിൽ പൂർത്തിയാകേണ്ട ചിറകൾ ഫെബ്രുവരി അവസാനമായിട്ടും പൂർത്തിയാകാത്തതിനാൽ വേനൽ ശക്തമാകുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ കൊടും വരൾച്ചയായിരിക്കും കാത്തിരിക്കുന്നത്. TCV പുതുക്കാട്. കാളിയാറോഡ് ചന്ദനക്കുടം ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറി. മുട്ടുമിളിയുടെയും ദഫുമുട്ടിന്റെയും അകമ്പടിയോടെയായിരുന്നു കൊടിയേറ്റം നടന്നത്. കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് KM രാജേഷ് ഖാൻ കൊടിയേറ്റം നിർവഹിച്ചു. നേർച്ച ദിവസമായ ശനിയാഴ്ച മൗലീദ് പാരായണവും ഗത്തൻ ദുവായ്ക്ക് ശേഷം അന്നദാനവും ഉണ്ടാവും. വൈകിട്ട് പള്ളി കേന്ദ്ര ജമാഅത്തിന്റെ കീഴിലുള്ള 4 മഹല്ലുകളിൽ നിന്നും നേർച്ച ആരംഭിച്ച പള്ളിയിലെത്തി സെക്രട്ടറിമാർ കൊടിയേറ്റ് നടത്തും. തുടർന്ന് വിവിധയിടങ്ങളിൽ നിന്നുള്ള നേർച്ച ആഘോഷങ്ങൾ പള്ളിയിലെത്തി കൊടിയേറ്റു മടങ്ങും. ഞായറാഴ്ച പുലർച്ചെ വരെ നേർച്ചകൾ പള്ളിയിലെത്തും. കാളിയാറോഡ് പള്ളി കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി സെക്രട്ടറി KA അബ്ദുൽ അസീസ്, ട്രഷറർ VS കാസിം ഹാജി, വൈസ് പ്രസിഡന്റ് PS മൊയ്തീൻകുട്ടി, ജോയിന്റ് സെക്രട്ടറി PP റഷീദ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് തൃശൂർ ജില്ലാ ഫൗണ്ടേഷന്റെയും മെറിറ്റ് ഡേയും ക്ലബ് ബുൾബുൾ ഉത്സവവും തൃശൂരിൽ സംഘടിപ്പിച്ചു. വേൾഡ് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ഫൗണ്ടേഷൻ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കബ് ബുൾബുൾ ഉത്സവം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചത്. ഫൗണ്ടേഷൻ പരിപാടികളുടെ ഉദ്ഘാടനം നാഷണൽ കമ്മീഷണർ പ്രൊഫസർ EU രാജനും മെറിറ്റ് ഡേ പരിപാടികളുടെ ഉദ്ഘാടനം തൃശൂർ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ഡോക്ടർ A അൻസാറും നിർവഹിച്ചു. ദേശീയ അന്തർദേശീയ സംസ്ഥാന തലത്തിൽ അംഗീകാരം നേടിയവരെയും ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്നവരെയും ചടങ്ങിൽ ആദരിച്ചു. ജിഷോ S പുത്തൂർ, AM ജെയ്സൺ, VS ഡേവിഡ്, ത്രേസ്യാമ്മ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജ് സ്പോർട്സ് അലുമിനി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ അഖില കേരള ഇന്റർ കോളേജിയറ്റ് ഇൻവിറ്റേഷൻ പ്രൈസ് മണി ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന് ശ്രീ കേരളവർമ്മ കോളേജ് ഗ്രൗണ്ടിൽ തുടക്കമായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാനും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായ CV പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, മുൻ മേയർ K രാധാകൃഷ്ണൻ, ജനറൽ കൺവീനർ PC ആന്റണി, മുഖ്യ രക്ഷാധികാരി പ്രൊഫസർ MK രാധാകൃഷ്ണൻ, വൈസ് ചെയർമാൻ KF ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലെ 8 ചാമ്പ്യൻ ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. നിരവധി സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടിയ താരങ്ങൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. 4 ദിവസങ്ങളായി നടക്കുന്ന ടൂർണമെന്റിൽ പ്രമുഖ വനിതാ ടീമുകളുടെ പ്രദർശന മത്സരവും ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ദിവസം നടന്ന പ്രഥമ മത്സരത്തിൽ പൊങ്ങം നൈപുണ്യ കോളേജിനെ തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജ് 62-25 എന്ന സ്കോറിൽ പരാജയപ്പെടുത്തി. തുടർന്ന് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജും തേവര സേക്രഡ് ഹാർട്ട് കോളേജും ഏറ്റുമുട്ടി. വെള്ളാനിക്കരയിൽ വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തിനശിച്ചു. റോയൽ മീഡോസ് എന്ന വില്ലയിലെ പ്രിൻസി ജോണിന്റെ വീട്ടിലെ 1ാം നിലയിലെ മുറിയിലെ ഇലക്ട്രിക് ഉപകരണങ്ങളാണ് കത്തിനശിച്ചത്. തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുഷ്ടലാക്കോടെയാണ് കേന്ദ്രം കേരളത്തോട് പെരുമാറുന്നതെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് ഉത്തരവായി. ഗ്രൗണ്ട് ടെസ്റ്റിന് H ഒഴിവാക്കി. പരിഷ്കരണം മെയ് 1 മുതൽ പ്രാബല്യത്തിൽ. കരുവന്നൂർ ബാങ്ക് കള്ളപ്പണക്കേസിൽ CPM പ്രാദേശിക നേതാക്കളെ ED വീണ്ടും ചോദ്യം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ അനൂപ് ഡേവിസ് കാട, വടക്കാഞ്ചേരി കൌൺസിലർ മധു എന്നിവരെയാണ് ചോദ്യം ചെയ്തത്.
സഹകരണ ബാങ്കുകളുടെ ക്രമക്കേടുകൾ ഒരിക്കലും ന്യായീകരിക്കാനാകില്ലെന്ന് ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ. മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഊരകം 7-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 83.18% പോളിംഗ്. വോട്ടെണ്ണൽ വെള്ളിയാഴ്ച. മാസപ്പടി വിവാദത്തിൽ എക്സൈസ് കമ്മീഷണർ അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം മാസപ്പടി സംബന്ധിച്ച വിവരം ബാർ ഉടമകളുടെ സംഘടന പുറത്തുവിട്ടതിനെ തുടർന്ന്. പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. എലിക്കോട് ആദിവാസി കോളനിക്ക് സമീപമാണ് പുലിയിറങ്ങിയത്. ശ്രീനാരായണപുരത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് സൂചന. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ മതിലകം പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചന. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.